നിയമസഭയിൽ ഇങ്ങനെ നീതിപ്രവൃത്തി ചെയ്തവർ പോയി ഇരിക്കണോ വേണ്ടോ നമ്മൾ ജനങ്ങൾ ചിന്തിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ അകറ്റി നിർത്താൻ വേണ്ടി അങ്ങനെ സാഹചര്യം ഒരുക്കി കൊടുക്കണം. ഈ സ്ത്രീക്ക് മുന്നോട്ട് പോകണം. ഈ സ്ത്രീ മാത്രമല്ല കുറെ പരാതികൾ വന്നു. ഒരു പരാതിയിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 4-5 പേരോളം ഉണ്ട്. അത് വന്നവർ അവർ പരാതിയായിട്ട് മുന്നോട്ട് വന്നവർ അവര് ദൃശ്യമാധ്യമങ്ങളായിട്ട് സംസാരിച്ചവർക്ക് ഏറ്റ അതിക്രമങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവരെ ഫേസ്ബുക്ക് പേജ് എനിക്ക് തോന്നുന്നു ഇന്നലെ റിപ്പോർട്ട് ചെയ്ത അവതാരകരുടെ പേജ് ഞാൻ നോക്കിയിട്ടില്ല. ഇന്ന് അതിന്റെ താഴെ കമന്റുകളായിരിക്കും. അത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാണ് സൈബർ ഇടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെ അധിക്ഷേപം പറയാൻ വേണ്ടി ചിലപ്പോൾ വിളിപ്പിച്ചതാണ്. ഇതായി ബന്ധപ്പെട്ട് വിളിപ്പിച്ചതാണ്. കമ്മീഷനുമായി ബന്ധപ്പെട്ട പരാതിയുണ്ട്. അതിന് മേലിൽ നടപടി തുടങ്ങി അതിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി വിളിപ്പിച്ചതാണ്. അത് പൂർത്തിയായി. ഇനി കൂടുതൽ തെളിവുകൾ നൽകാനുണ്ടെങ്കിൽ കൈമാറി. അതുണ്ട്. കൂടുതൽ തെളിവുകളുണ്ടെങ്കിൽ അത് എങ്ങനെയാലും ഇപ്പം 21 ശേഷം ഉള്ള സാഹചര്യമല്ലല്ലോ ഇപ്പൊ അന്തരീക്ഷത്തിലുള്ളത്. അത് എന്താ പറയുക, ഈ ഒരു ഓഡിയോ ഫേക്കാണെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇങ്ങനൊരു ആളുണ്ട്, അവിടെ അവർ അശാസ്ത്രീയമായ ഒരു ഗർഭചിത്രം നടത്തിയെന്ന സ്റ്റേറ്റ്മെന്റ് വരെ ഇന്നലെ എടുത്തി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇനിയും വീഡിയോസ് വരാൻ ചാൻസ് ഉണ്ട്. എനിക്കൊന്ന് ഒരു ദൃശ്യമാധ്യമം പറഞ്ഞിട്ടുണ്ട് അവരടുത്ത് ഇതിൽ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ ഇരയാക്കപ്പെട്ട ആ കൊച്ചു സമ്മതിച്ചാൽ മാത്രമേ അത് ഏറെയുള്ളൂ. അത് കാര്യമാണ്. ആ ഒരു ഇരയാക്കപ്പെട്ട കൊച്ചിന്റെ ഐഡന്റിറ്റി പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സമൂഹമാധ്യമത്തിൽ എന്താ നടക്കുന്നത്? വെർബൽ റേപ്പിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്, സൈബർ ബുള്ളിങ്. കോൺഗ്രസിന് തന്നെ നേതാക്കൾ ഇതിനെതിരെ പ്രതികരിച്ചപ്പോൾ അവരെ വരെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ കൊച്ചിന് ഇതിന് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടി ആ കൊച്ചിന് പരാതിയെ മുന്നോട്ട് പോകുന്ന ഒരു അന്തരീക്ഷം ഇപ്പൊ ഇല്ല. സൈബർ ഇടങ്ങളിൽ ഭയങ്കരമായ വെർബൽ റേപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു അന്തരീക്ഷമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഇതേപോലെ ഇരയാക്കപ്പെട്ടവർ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടുള്ളത് അതിനൊരു സാഹചര്യം നിങ്ങൾ മീഡിയാസ് എല്ലാവരും കൂടി ഏറ്റെടുക്കണം. അതിനുവേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. എന്നാൽ മാത്രമേ ഇങ്ങനത്തെ ഇതേപോലെ നീചമായി പ്രവൃത്തി ചെയ്യുന്ന ഒരു സമൂഹത്തിൽ, അതോ ജനാധിപത്യത്തിന് ശ്രീകോവിൽ പറഞ്ഞ നിയമസഭയിൽ ഇങ്ങനെ നീചപ്രവൃത്തി ചെയ്തവർ പോയി ഇരിക്കണോ വേണ്ടോ നമ്മൾ ജനങ്ങൾ ചിന്തിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ അകറ്റി നിർത്താൻ വേണ്ടി അങ്ങനെ സാഹചര്യം ഒരുക്കി കൊടുക്കണം. ഈ സ്ത്രീക്ക് മുന്നോട്ട് പോകണം. ഈ സ്ത്രീ മാത്രമല്ല കുറെ പരാതികൾ വന്നു. ഒരു പരാതിയിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 4-5 പേരോളം ഉണ്ട്. അത് വന്നവർ അവർ പരാതിയായിട്ട് മുന്നോട്ട് വന്നവർ അവര് ദൃശ്യമാധ്യമങ്ങളായിട്ട് സംസാരിച്ചവർക്ക് ഏറ്റ അതിക്രമങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവരെ ഫേസ്ബുക്ക് പേജ് എനിക്ക് തോന്നുന്നു ഇന്നലെ റിപ്പോർട്ട് ചെയ്ത അവതാരകരുടെ പേജ് ഞാൻ നോക്കിയിട്ടില്ല. ഇന്ന് അതിന്റെ താഴെ കമന്റുകളായിരിക്കും. അത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാണ് സൈബർ ഇടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെ അധിക്ഷേപം പറയാൻ വേണ്ടി. ചിലപ്പോൾ ഇപ്പം പറയുന്ന എന്റെ ഈ റിപ്പോർട്ട് നിങ്ങൾ പബ്ലിഷ് ചെയ്ത് ചിലപ്പോൾ അതിന്റെ താഴെ എന്റെ പേര് ചേർത്ത് കൂടി ഉണ്ടാവും. ഒരു സംശയം, അതായത് ഇപ്പോൾ എല്ലാം പൊളിറ്റിക്കൽ ആണല്ലോ, ഒരു രാഷ്ട്രീയ നേതാവും കൂടിയാണ്. അങ്ങയുടെ രാഷ്ട്രീയം ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുമോ? എന്നെ അറിയുന്നവർക്ക്, എന്നെ പരിചയമുള്ളവർക്ക് അറിയാം ഞാനൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അതൊന്നല്ല ഇവിടെ പ്രസക്തം. ആ കാര്യങ്ങളൊന്നല്ല പ്രസക്തം. അഭിഭാഷകൻ എന്ന ഇതിൽ ഒരു നീചമായി പ്രവൃത്തി കണ്ടപ്പോൾ ആ ഏതാനും നിമിഷങ്ങൾക്കുള്ളിലാണ് ഞാൻ പരാതി കൊടുത്തത്. അല്ലാണ്ട് ഇത് ആലോചിച്ചിട്ട് ഇങ്ങനെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തണമെന്ന രീതിയിലല്ല എന്റെ പരാതി വന്നത്. ആ ഒരു റിപ്പോർട്ട് ആ ഒരു ദൃശ്യമാധ്യമത്തിലൂടെ വന്നു. ഏതാണ് മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് അവൻ പരാതി കൊടുത്തത് ആ സമയം കൊണ്ട്. ഏതാണ് മണിക്കൂറുകൾക്കുള്ളിലൂടെ. അല്ലാണ്ട് ഇത് കരുതിക്കൂട്ട് ഇങ്ങനൊരു സുവർണാവസരം, പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു സുവർണാവസരം കിട്ടി, അങ്ങനെ ഒന്നല്ല. ഇങ്ങനത്തെ ഒരു നീച പ്രവൃത്തി കണ്ടപ്പോൾ അഭിഭാഷകൻ എന്ന രീതിയിൽ ഞാൻ പരാതി കൊടുത്തു. അതിലെന്റെ രാഷ്ട്രീയം ഒരു തടസ്സമായിട്ട് നിൽക്കുന്നില്ല. രാഷ്ട്രീയമുണ്ട്, അത് എല്ലാവർക്കും ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ഓരോരുത്തർക്കും ഉണ്ട് അവരായി പൊളിറ്റിക്കൽ വ്യൂ ഉണ്ടാവും. അത് ഇതായിട്ട് മിക്സപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഞാൻ മറച്ചു വെക്കുന്നില്ല. എന്റെ സോഷ്യൽ മീഡിയ ഏതെടുത്താലും എന്റെ പൊളിറ്റിക്കൽ ആംഗിൾ കൃത്യമായിട്ട് അറിയാം. എന്നെ പരിചയമുള്ളവർക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പൊളിറ്റിക്കൽ ആംഗിൾ. അത് തുറന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഷിൻഡോ പരാതിയിൽ ഉറച്ചു നിൽക്കും. കൂടുതൽ വിശദാംശങ്ങൾ തെളിവുകളുണ്ടെങ്കിൽ ഇനിയും കൈമാറും.